Hi dears, welcome to iPlus Training Solutions. So, എല്ലാവരും റിസർച്ച് ഓഫീസർ എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് പ്ലീസ് ടു കമൻറ്റ് ബിലോ. സോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇക്കണോമിക്സിൽ നിന്നുള്ള 25 ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത്. സോ, നമ്മുടെ സിലബസിൽ പറഞ്ഞ പ്രകാരം തന്നെയായിരുന്നു ചോദിച്ചത് അല്ലേ? അതായത് 25 മാർക്സ് ഫോർ ഈച്ച് സബ്ജക്റ്റ് ആയിരുന്നു സിലബസിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇക്കണോമിക്സിൽ നിന്നും മറ്റ് സബ്ജക്റ്റായ സ്റ്റാറ്റി, കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സ് ഇത് മൂന്നിൽ നിന്ന് നാല് സബ്ജക്റ്റിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് ഈച്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഒരുപാട് ഇൻ ഡെപ്തിലേക്കൊന്നും എക്കണോമിക്സ് ചോദ്യങ്ങൾ പോയിട്ടില്ല. ഓക്കെ, എക്കണോമിക്സ് സബ്ജക്ട് സ്പെസിഫിക് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഒരുപാട് ഇൻഡെപ്ത് ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം കൃത്യമായി സിലബസ് പ്രകാരം ഒന്ന് പഠിച്ചു പോയിട്ടുള്ള എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾ മാത്രമല്ല, ബാക്കി മാത്സ്, സ്റ്റാറ്റി, കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരൊക്കെ സിലബസ് പ്രകാരം ഒന്ന് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് എക്സാം തന്നെയായിരുന്നു. സോ നമ്മളെല്ലാവരും കുറച്ച് ടെൻഷൻ അടിച്ചൊരു എക്സാം ആയിരുന്നു. ബിക്കോസ് ഒരു 1.5 മാസം മുന്നേ നമുക്ക് സിലബസ് ചേഞ്ച് വന്നു അല്ലേ. പക്ഷെ എക്സാമും നമ്മളെ അധികം ടെൻഷൻ അടുപ്പിച്ചില്ല. എക്സാം പേപ്പർ നമ്മൾ എക്കണോമിക്സ് പാർട്ട് നമ്മൾ ഒട്ടും ടെൻഷൻ അടുപ്പിച്ചിട്ടില്ല എന്നാണ് നമുക്ക് പേപ്പർ കാണുമ്പോൾ മനസ്സിലാവുന്നത്. സോ നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായിട്ടൊന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, if national income increases at a slower rate than the population growth, per capita income will. Options: option A, increase, decrease, remain constant or double. അപ്പൊ ചോദ്യം എന്താണ്? നാഷണൽ ഇൻകം കൂടുന്നു, ഒരു സ്ലോവർ റേറ്റിൽ കൂടുന്നു പോപ്പുലേഷൻ ഗ്രോത്തിനേക്കാൾ. അങ്ങനെയെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം എന്താവും? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഡിക്രീസ് ചെയ്യും. എന്തുകൊണ്ടാണ് ഡിക്രീസ് ചെയ്യുന്നത്? ബിക്കോസ് നാഷണൽ ഇൻകം കൂടുന്നുണ്ട്, പക്ഷെ പോപ്പുലേഷൻ ഗ്രോത്തിനേക്കാൾ സ്ലോവർ റേറ്റിലാണ്. അപ്പൊ അവിടെ പോപ്പുലേഷൻ ഗ്രോത്ത് ആണ് കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം ഈ നാഷണൽ ഇൻകം സ്പ്രെഡ് ഔട്ട് ചെയ്യുമ്പം, ഓരോ ആളുകൾക്കും സ്പ്രെഡ് ഔട്ട് ചെയ്യുമ്പം അത് എന്ത് രീതിയിലായിരിക്കും? ഡിക്രീസിങ് റേറ്റിലായിരിക്കും അല്ലേ? ബിക്കോസ് എന്താണ് ഈ സ്പ്രെഡ് ഔട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബിക്കോസ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് ഇൻകം ഏൺഡ് പെർ പേഴ്സൺ ആണ്. മനസ്സിലായോ? ആവറേജ് ഇൻകം ഏൺഡ് പെർ പേഴ്സൺ ആണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. സോ ദാറ്റ് വിൽ ബി ഡിക്രീസിങ്. അടുത്ത ചോദ്യം മാക്രോ ഇക്കണോമിക്സിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഫിസ്ക്കൽ പോളിസിന്റെ ടൈപ്പ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫിസ്ക്കൽ പോളിസി ഇൻ വിച്ച് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഇസ് ഇൻക്രീസ്ഡ്, ടാക്സസ് ആർ റെഡ്യൂസ്ഡ് ഓർ ബോത്ത് ആർ യൂസ്ഡ് ടുഗെദർ വിത്ത് ദി ഒബ്ജക്റ്റീവ് ഓഫ് റെഡ്യൂസിംഗ് ഡിഫ്ലേഷണറി ഗ്യാപ്പ് ഇസ് കോൾഡ്. സോ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂടി, ടാക്സസ് കുറച്ചു, അങ്ങനെയെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് ഫിസ്ക്കൽ പോളിസി ആണ്? വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഫോളോഡ് ഇൻ ഇന്ത്യ? സോ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിന്റെ ടൈപ്സ് ഉണ്ടായിരുന്നു. അതിൽ പെട്ട ഒന്നാണ് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ അത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: എക്സ്ചേഞ്ച് റേറ്റ് വിച്ച് ഇസ് കംപ്ലീറ്റ്ലി ഫിക്സഡ് ബൈ ഗവൺമെന്റ് ആണോ, ഓർ ഡിറ്റർമിൻഡ് ഓൺലി ബൈ ദ മാർക്കറ്റ് ഫോഴ്സസ് ആണോ, ഓർ ഡിറ്റർമിൻഡ് ബൈ ദ മാർക്കറ്റ് ഫോഴ്സസ് വിത്ത് ഒക്കേഷണൽ ഇന്റർവെൻഷൻ ബൈ ദ സെൻട്രൽ ബാങ്ക് ആണോ, ഓർ എക്സ്ചേഞ്ച് റേറ്റ് ഇസ് ഫിക്സഡ് ബൈ RBI ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദി IMF? കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അതായത് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് മാർക്കറ്റ് ഫോഴ്സസ് ആണ്, അലോങ് വിത്ത് ഒക്കേഷണൽ ഇന്റർവെൻഷൻ ബൈ ദ സെൻട്രൽ ബാങ്ക്. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് HDIയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. HDI, in HDI, each dimension is normalized by using. So dimension index എങ്ങനെയാണ് കാണാം? അതിന്റെ ഫോർമുലയാണ് ചോദിക്കുന്നത്. സോ ഏതാണ്? ഓരോ ഡയമെൻഷനും എങ്ങനെയാണ്, ഏത് ഫോർമുല വെച്ചിട്ടായിരുന്നു? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ബിക്കോസ് ഡയമെൻഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് ആക്ച്വൽ വാല്യൂ മൈനസ് മിനിമം വാല്യൂ ഡിവൈഡഡ് ബൈ മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ എന്നായിരുന്നു.
അടുത്ത ചോദ്യം, a household deprived in nutrition, schooling and sanitation is identified as poor under. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതും വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്, ബിക്കോസ് ഈ ഓപ്ഷൻസിലുള്ള 4 ടോപ്പിക്കും നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. എന്താണ് റിലേറ്റീവ് പോവർട്ടി, എന്താണ് MPI അപ്രോച്ച്, ഹെഡ് കൗണ്ട് റേഷ്യോ, സെൻസ് കേപ്പബിലിറ്റി അപ്രോച്ച്. ഇത് 4 നമ്മൾ പഠിച്ച ടോപ്പിക്സ് ആണ്. സോ ആൻസർ എന്താണ് കറക്റ്റ്? ദാറ്റ് ഇസ് ഹൗസ് ഡിപ്രൈവ്ഡ് ഇൻ ന്യൂട്രിഷൻ, സ്കൂളിംഗ് ആൻഡ് സാനിറ്റേഷൻ എന്ന് പറയുന്നത് അതിൽ MPI അപ്രോച്ച് ആണ്. ദാറ്റ് ഇസ് മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. ഇൻകത്തിലുള്ള ഡിപ്രിവേഷൻ മാത്രം നോക്കാതെ ബാക്കി മൾട്ടിപ്പിൾ ഡൈമെൻഷൻസും കൂടിയും കൺസിഡർ ചെയ്യുന്ന ഇൻഡെക്സ് ആണ്. അപ്പൊ അതിൽ ന്യൂട്രിഷനിൽ വരുന്ന ഡിപ്രിവേഷൻ നോക്കും, കൺസിഡർ ചെയ്യും. സ്കൂളിംഗിൽ വരുന്ന ഡിപ്രിവേഷൻ, സാനിറ്റേഷനിൽ വരുന്ന ഡിപ്രിവേഷൻ ഒക്കെ കൺസിഡർ ചെയ്യുന്നതാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ പ്രൈമറി റോൾ ഓഫ് ദ SFC, that is State Finance Commission, in India's fiscal federal structure? Options are: option A, horizontal imbalance among states; option B, vertical imbalance between union and states; option C, vertical imbalance between state governments and local bodies; option D, revenue deficit financing of states. ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ബിക്കോസ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ പ്രൈമറി റോൾ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്തിനെയാണ്? വെർട്ടിക്കൽ ഇംബാലൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ലോക്കൽ ബോഡി ആണ്. ഓക്കെ, ബിക്കോസ് SFCന്റെ ഒരു പ്രൈമറി മാൻഡേറ്റ് എന്തായിരുന്നു? ഇറ്റ് ഇസ് ടു റിവ്യൂ ദ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ് SFC, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ ഒരു പ്രൈമറി മാൻഡേറ്റ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് റിഫോംസ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് മോസ്റ്റ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് മാർക്കറ്റ് ഡിറ്റർമിൻഡ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്? ഇപ്പൊ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, സെൻട്രലൈസ്ഡ് ഇക്കണോമിക് പ്ലാനിംഗ്, ലിബറലൈസേഷൻ ഓർ നാഷണലൈസേഷൻ. അപ്പൊ നമ്മുടെ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് റിഫോംസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വരുന്നത് ഏതാണ്? LPG റിഫോംസ് ആയിരുന്നു. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ചോദിച്ച ചോദ്യം which is associated with market determined allocation of resource. ഇപ്പൊ എന്താണ്? ലിബറലൈസേഷൻ ആണ്. ബാക്കി 3ഉം സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് റിഫോമുമായി ബന്ധപ്പെടാത്തതാണ്. ബിക്കോസ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ റോങ് ആണ്. പിന്നെ അതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് ഇക്കണോമിക് പ്ലാനിങ്, നാഷണലൈസേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഗവൺമെന്റിന്റെ റോളാണ് അവിടെ കൂടുതൽ കാണിക്കുന്നത്. ഇവിടെ മാർക്കറ്റ് ഫോഴ്സസിന്റെ റോൾ അല്ല. അപ്പൊ മാർക്കറ്റ് ഡിറ്റർമിൻഡ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഫോഴ്സസിന്റെ റോള് എൻഹാൻസ് ചെയ്ത് കാണിക്കണം. അതിന് അസോസിയേറ്റ് ചെയ്യുന്നത് ലിബറലൈസേഷൻ തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, which of the following institutions is associated with the concepts of term India Hub and Knowledge and Innovation Hub? Options: option A, Finance Commission; Niti Aayog; RBI; UPSC. So this is Niti Aayog. Niti Aayogന്റെ അണ്ടറിൽ വരുന്ന ഇനീഷ്യേറ്റീവ്സ് ആയിരുന്നു. അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഇന്ത്യാസ് ഇക്കണോമിക് സ്ട്രക്ചർ. സോ 3 സെക്ടേഴ്സ് ഉണ്ട്, പ്രൈമറി, സെക്കൻഡറി, ടെർഷറിയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. ബിക്കോസ് 25 ക്വസ്റ്റ്യൻസിൽ 3 ചോദ്യങ്ങൾ മാത്രമായിരുന്നു നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉണ്ടായിരുന്നത്. സോ നമുക്ക് നോക്കാം. ഇന്ത്യ സ്കിപ്ഡ് ദ ക്ലാസിക്കൽ പാത്ത് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ഫോളോഡ് ബൈ വെസ്റ്റേൺ ഇക്കോണമീസ്. കറക്റ്റ് ആണ്. ബിക്കോസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഇന്ത്യ എന്ത് ചെയ്തു? പ്രൈമറി സെക്ടറിൽ നിന്ന് ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് പോയെങ്കിലും അവിടെ കൂടുതൽ ഗ്രോത്ത് കണ്ടിട്ടില്ല. ഓക്കെ, സോ ഇന്ത്യ ഹാസ് സ്കിപ്ഡ് ദ ക്ലാസിക്കൽ പാത്ത് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ വിച്ച് ഇസ് ഫോളോഡ് ബൈ വെസ്റ്റേൺ ഇക്കോണമീസ് ആൻഡ് ദെൻ ജംപ്ഡ് ടു ദി ടെർഷറി സെക്ടർ. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് മാനുഫാക്ചറിംഗ് സെക്ടേഴ്സ് ഷെയർ ഇൻ GDP ഹാസ് റിമെയിൻഡ് റിലേറ്റീവ്ലി സ്റ്റാഗ്നന്റ്. കറക്റ്റ് ആണ്.
ആൻഡ് മൂന്നാമത്തെന്ന് പറയുന്നത് സർവീസ് സെക്ടർ ഗ്രോത്ത് ഹാസ് ബീൻ ഡ്രൈവൺ പാർട്ട്ലി ബൈ IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ സർവീസസ്. കറക്റ്റ് ആണ്, ബിക്കോസ് സർവീസ് സെക്ടറിന്റെ ഗ്രോത്തിന്റെ മേജർ റോള് പാർട്ട്ലി ആർക്കാണ്, IT സെക്ടറിനും ഉണ്ട്, അതേപോലെ കമ്മ്യൂണിക്കേഷൻ സർവീസസിനും ഉണ്ട് എന്നുള്ളത്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 1, 2 ആൻഡ് 3 ഓൾ ദ 3 സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് KIIFB. സോ അതും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഇസ് statement 1, it is a statutory body created by Kerala State Legislature. Correct ആണ്, റൈറ്റ്, കറക്റ്റ് ആണ്. അടുത്തത്, ഇറ്റ് മോബിലൈസസ് ഫണ്ട് ത്രൂ ബോണ്ട്സ് ആൻഡ് ലോൺസ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്. കറക്റ്റ് ആണ്, ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിന് വേണ്ടിയിട്ട് ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നുണ്ട്. സോ അതും കറക്റ്റ് ആണ്. ഇറ്റ് ഫിനാൻസസ് ഓൺലി സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് എന്നുള്ളത് റോങ് ആണ്. ഓക്കെ, ദാറ്റ് ഇസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 1 and 2. Option 1 and 2 is the right answer. ഇനി, which among the following is not a property of indifference curve? Indifference curveന്റെ പ്രോപ്പർട്ടി അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതും വളരെ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ICR ജനറലി കോൺവെക്സ് ടു ദ ഒറിജിൻ. കറക്റ്റ് ആണ്. അതായത് കറക്റ്റ് ആണെന്ന് പറയുന്നത് ICന്റെ ഒരു പ്രോപ്പർട്ടിയാണ്, നോട്ട് എ പ്രോപ്പർട്ടി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. IC കർവ്സ് സ്ലോപ്പ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, അതും ഒരു പ്രോപ്പർട്ടിയാണ്. 2IC cannot intersect each other, അതും ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ പ്രോപ്പർട്ടി അല്ലാത്തത് ഏതാണ്? ഇറ്റ് ഇസ് വെരി എവിഡന്റ്, 2IC മസ്റ്റ് ബി പാരലൽ ടു ഈച്ച് അതർ എന്നുള്ളത് റോങ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യനുള്ളത്. അടുത്ത ചോദ്യം, in the Cobb-Douglas production function, if alpha plus beta is equal to 1, the production function exhibits option A, increasing returns to scale, option B, decreasing returns to scale, option C, constant returns to scale, or negative returns to scale. So alpha plus beta equal to 1 ആയതുകൊണ്ട് constant returns to scale ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, in modern cost theory, കോസ്റ്റിൽ നിന്ന് വന്നൊരു ചോദ്യമാണ്. ഇൻ മോഡേൺ കോസ്റ്റ് തിയറി, വെൻ MC മാർജിനൽ കോസ്റ്റ് ഇസ് ലെസ് ദാൻ ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ദെൻ ദ SAVC വിൽ ബി. എന്തായിരിക്കും? ഓപ്ഷൻ സി ആണ്. മോഡേൺ കോസ്റ്റ് തിയറി പ്രകാരം MC ഇസ് ലെസ് ദാൻ SAVC ആണെങ്കിൽ SAVC കർവ് ഫോളിംഗ് ആയിരിക്കും. ഇത് നമ്മൾ പഠിക്കുന്ന സമയത്ത് കർവ് ഒക്കെ വരച്ച് പഠിച്ചിരുന്നു. സോ കർവ് കറക്റ്റ് ആയിട്ട് നമ്മളൊന്ന് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഒരു ആൻസർ ആണിത്. ഓക്കെ, അടുത്ത ചോദ്യം മാർക്കറ്റ് സ്ട്രക്ചറിൽ നിന്നൊരു ചോദ്യമാണ്. മോണോപോളിസ്റ്റ് ഡിറ്റർമിൻസ് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് അറ്റ് ദ പോയിന്റ് വെയർ AR is equal to AC, price is equal to MC, MR is equal to MC, demand is equal to supply. അപ്പം മോണോപോളിസ്റ്റ് ഇക്വിലിബ്രിയത്തിൽ എത്തണം എന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻസ് ആയിരുന്നു. ഒന്ന്, MR is equal to MC, രണ്ടാമത്തത് MC cuts MR from below എന്നായിരുന്നു. ഓക്കെ, സോ അതിൽ ഒരു കണ്ടീഷൻ MR is equal to MC ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, which among the following equation used in national income estimation is incorrect? 4 ഓപ്ഷൻസ് ഉണ്ട്. നാഷണൽ ഇൻകം എസ്റ്റിമേഷനുമായി ബന്ധപ്പെട്ട് ഇതിൽ റോങ് ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? ഇതിൽ ഓപ്ഷൻ ബി ആണ് ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്. NNP പ്ലസ് NFIA ഇസ് ഈക്വൽ ടു GNP എന്ന് പറയുന്നത് റോങ് ആണ്. ബിക്കോസ് GNP എന്ന് പറയുന്നത് എന്താണ്? GNP എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ദാറ്റ് ഇസ് NNP പ്ലസ് ഡിപ്രിസിയേഷൻ. NNP പ്ലസ് ഡിപ്രിസിയേഷൻ എന്താണ്? NNP plus depreciation, we'll get GNP. NNP plus depreciation എന്താണ്? GNP ആണ്, അല്ലാതെ NNP plus NFIA അല്ല. അല്ലെങ്കിൽ നമുക്ക് GNP മൈനസ് ഡിപ്രിസിയേഷൻ ഇസ് ഈക്വൽ ടു NNP എന്നും എഴുതാനായിട്ട് പറ്റും. സോ ദിസ് ഇസ് ദ ആൻസർ ഫോർ 15th ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കാം.
MSMEs in India are known for their dual role. അപ്പൊ MSMEന്റെ ഡ്യുവൽ റോൾ എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, ദറ്റ് ഇസ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആണ് MSME എന്ന് പറയുന്നത്. സോ ഓപ്ഷൻസ് ആർ ദേ ആക്ട് ആസ് ബോത്ത് എക്സ്പോർട്ടേഴ്സ് ആൻഡ് ഇമ്പോർട്ടേഴ്സ് ആണോ, ദേ കോൺട്രിബ്യൂട്ട് ടു GDP ആൻഡ് ഓൾസോ അബ്സോർബ് സർപ്ലസ് ലേബർ ഫ്രം അഗ്രികൾച്ചർ, ദേ ആർ ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസസ്, ഓർ ദേ ഫംഗ്ഷൻ ഇൻ ബോത്ത് urban ആൻഡ് ഇന്റർനാഷണൽ മാർക്കറ്റ്സ് ഓൺലി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദാറ്റ് ഇസ് ദേ കോൺട്രിബ്യൂട്ട് ടു GDP. MSMEs എന്ന് പറയുന്നത് ദേ കോൺട്രിബ്യൂട്ട് ടു GDP ആൻഡ് ഓൾസോ അബ്സോർബ് സർപ്ലസ് ലേബർ ഫ്രം അഗ്രികൾച്ചർ. അടുത്ത ചോദ്യം വീണ്ടും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞു 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ കെയർ ഇക്കോണമിയുമായി റിലേറ്റ് ചെയ്തത്. സോ നമ്മൾ റിവിഷൻ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ കെയർ ഇക്കോണമിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് തന്നിരുന്നു. സോ അത്തരം ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് നോക്കാം. കെയർ ഇക്കോണമി ഇംപ്രൂവ്സ് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ. കറക്റ്റ് ആണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കെയർ വർക്ക് ഹാസ് നോ ഇക്കണോമിക് വാല്യൂ എന്ന് പറയുന്നത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ബിക്കോസ് കെയർ വർക്കിന് ഇക്കണോമിക് വാല്യൂ ഉണ്ട്. പെയ്ഡ് കെയർ വർക്കും ഉണ്ട്, നോൺ പെയ്ഡ് അൺപെയ്ഡ് ആയിട്ടുള്ള കെയർ വർക്കും ഉണ്ട്. പക്ഷെ എന്താണ്, കെയർ വർക്കിന് ഒരു ഇക്കണോമിക് വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. അടുത്തത് ഇൻവെസ്റ്റിംഗ് ഇൻ കെയർ ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് ഇൻക്ലൂസീവ് ഗ്രോത്ത്. കറക്റ്റ് ആണ്. സോ 1 and 3 ഓൺലി. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് എക്കണോമെട്രിക്സിൽ നിന്ന്, നമ്മുടെ യൂണിറ്റ് 7-ൽ നിന്ന് 3 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഇൻ ഇക്കണോമെട്രിക്സ് ദ ടേം ബ്ലൂ റിഫേഴ്സ് ടു ആൻ എസ്റ്റിമേറ്റർ ദാറ്റ് ഇസ്. സോ ടേം ബ്ലൂ ഏത് ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്ററിനെയാണ് ടേം ബ്ലൂ എന്ന് പറയുന്നത്? അപ്പൊ ഏതാണ്? ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ അണ്ടർ ഗോസ് മാർക്കോവ് അസംപ്ഷൻസ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ടുള്ളത്. അടുത്തത് അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ ഇസ് യൂസ്ഡ് ടു. വീണ്ടും എക്കണോമെട്രിക്സിൽ നിന്നുള്ള ചോദ്യം. 18, 19, 20 ഇക്കണോമെട്രിക്സിൽ നിന്നുള്ള ചോദ്യമാണ്. അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ ഇസ് യൂസ്ഡ് ടു പീനലൈസ് അൺനെസസറി ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ്. അടുത്ത ചോദ്യം, ഇഫ് എ റിഗ്രഷൻ മോഡൽ ഇൻക്ലൂഡ്സ് ആൻ ഇന്റർസെപ്റ്റ് ആൻഡ് ഓൾ കാറ്റഗറി ഡമ്മീസ് വാട്ട് ഇറ്റ് ലീഡ്സ് ടു. മൾട്ടി കൊളീനിയാരിറ്റിയിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. സോ 3 ചോദ്യങ്ങളും ബേസിക് കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് എക്കണോമെട്രിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. Full employment equilibrium in Harrod's model occurs only when GA is equal to GW is equal to GN. ഇവിടെ GA, GW, GN എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വൽ ഗ്രോത്ത്, വാറന്റഡ് ഗ്രോത്ത്, നാച്ചുറൽ ഗ്രോത്ത്. ഇത് 3ഉം ഈക്വൽ ആവുമ്പോൾ ദിസ് സിറ്റുവേഷൻ ഇസ് ടേംഡ് ആസ് ബിഗ് പുഷ് ആണോ, ബാലൻസ്ഡ് ഗ്രോത്ത് ആണോ, ഗോൾഡൻ ഏജ് ആണോ, ക്യാപിറ്റൽ ഫോർമേഷൻ സ്റ്റേജ് ആണോ? കറക്റ്റ് ഓപ്ഷൻ സി ആണ്, ഗോൾഡൻ ഏജ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു റിച്ച്മാൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്ടേഴ്സ് ഷുഡ് റിസീവ് പ്രയോറിറ്റി ഇൻ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. സോ ഇത് ഏതൊരു തിയറിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്? റിച്ച്മാൻ എന്ന് പറയുമ്പോൾ തന്നെ അത് അൺബാലൻസ്ഡ് ഗ്രോത്ത് തിയറി ഡെവലപ്പ് ചെയ്തതാണ് റിച്ച്മാൻ എന്ന് പറയുന്നത്. സോ അൺബാലൻസ്ഡ് ഗ്രോത്ത് തിയറിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്ടേഴ്സ് ഷുഡ് റിസീവ് പ്രയോറിറ്റി ഇൻ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് അക്കോർഡിംഗ് ടു ഹിം. സോ ഓൾ സെക്ടേഴ്സ് ഈക്വലി കൺസിഡർ ചെയ്യണോ, അല്ലെങ്കിൽ സ്ട്രാറ്റജിക് സെക്ടേഴ്സ് വിത്ത് സ്ട്രോങ് ലിങ്കേജ് ഇഫക്ട്, ലക്ഷറി ഗുഡ്സ് ഇൻഡസ്ട്രീസ് ഓൺലി, ട്രഡീഷണൽ സബ്സിസ്റ്റൻസ് സെക്ടേഴ്സ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സ്ട്രാറ്റജിക് സെക്ടേഴ്സ് മാത്രം തിരഞ്ഞെടുത്ത്, സ്ട്രാറ്റജിക് എന്ന് പറയുമ്പോൾ കീ സെക്ടേഴ്സ് മാത്രം തിരഞ്ഞെടുത്ത് വിത്ത് സ്ട്രോങ് ലിങ്കേജ് ഇഫക്ട്സ്. നമ്മൾ അൺബാലൻസ്ഡ് ഗ്രോത്ത് തിയറി പഠിക്കുമ്പോൾ ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ലിങ്കേജസ് പറഞ്ഞിരുന്നു. ഓൾ സെക്ടേഴ്സ് ഈക്വലി എന്ന് പറയുമ്പോൾ അത് ബാലൻസ്ഡ് ഗ്രോത്ത് തിയറി ആവും. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, which article of the Indian Constitution provides for the Consolidated Fund of India? വെരി ഈസി ക്വസ്റ്റ്യൻ, ബിക്കോസ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്താണ് നമ്മൾ പഠിക്കുന്ന സമയം അതിന്റെ ആർട്ടിക്കിളും പറഞ്ഞിരുന്നു. സോ ഓപ്ഷൻ സി ആണ് 266 ക്ലോസ് 1 ആണ്. സോ ഇവിടെ 266 എന്നാണ് കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് ആൻസർ ആണ്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ
ഏത് ആർട്ടിക്കിൾ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് 266, ആർട്ടിക്കിൾ 266. അടുത്ത ചോദ്യം, വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് ഇനാക്ട്മെന്റ് ഓഫ് ദി FRBM ആക്ട്? FRBM ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? FRBM എന്ന് പറയുമ്പോൾ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ്. ഏത് കമ്മിറ്റിയാണ് FRBM ആക്ടിന്റെ ഇനാക്ട്മെന്റ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്? രംഗരാജൻ കമ്മിറ്റി, ബി കേൽക്കർ കമ്മിറ്റി, സി നരസിംഹം കമ്മിറ്റി, ഡി ഉർജിത് പട്ടേൽ കമ്മിറ്റി. ഇറ്റ് ഇസ് കേൽക്കർ കമ്മിറ്റി. ബി ആണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻഡ് ദാറ്റ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഇക്കണോമിസ്റ്റ് ഇസ് ബെസ്റ്റ് നോൺ ഫോർ ഡെവലപ്പിംഗ് ദ തിയറി ഓഫ് ഫിസ്ക്കൽ ഫെഡറലിസം റിലേറ്റഡ് ടു വെർട്ടിക്കൽ ഫിസ്ക്കൽ ഇംബാലൻസ്? ഓപ്ഷൻ എ റാഗ്നർ ഫ്രിഷ്, ഓപ്ഷൻ ബി റിച്ചാർഡ് മസ്ഗ്രേവ്, ഓപ്ഷൻ സി ആർത്തർ ലൂയിസ്, ഓപ്ഷൻ ഡി മിൽട്ടൺ ഫ്രീഡ്മാൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് റിച്ചാർഡ് മസ്ഗ്രേവ് ആണ്. ഓക്കെ, സോ ഡിയേഴ്സ്, ഇത്രയുമാണ് നമുക്ക് ഇക്കണോമിക്സിൽ നിന്ന് ചോദിച്ച ചോദ്യം. കോൺസെപ്റ്റ് ബേസ്ഡ് വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച 25 ചോദ്യങ്ങളായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഈസി സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു. 3 ചോദ്യങ്ങൾ മാത്രമാണ് അത്തരത്തിൽ ചോദിച്ചിട്ടുള്ളത്. സോ നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഞങ്ങളുമായി ഷെയർ ചെയ്യുക. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഡിയേഴ്സ്. ഐ വിഷ് യു ബെസ്റ്റ് ഓഫ് ലക്ക്. എല്ലാവരുടെയും റിസൾട്ട് നല്ലതാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സോ താങ്ക് യു.